വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ ക്ലോത്തിങ് ത്രൂ ദ ഏജ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് മിക്കവാറും 4 ചാപ്റ്റർ ആയിരിക്കും സയൻസിൻ്റെ. അപ്പോൾ അതിൽ 4ാമത്തെ ചാപ്റ്ററാണ് ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന് വെച്ചാൽ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. അപ്പം നമുക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേ രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിലും ക്വസ്റ്റ്യൻ ആൻസർ ഒരുപോലെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലെ നോട്ടും മലയാളം മീഡിയക്കാർ മലയാളം നോട്ടും എഴുതിയെടുക്കണം കേട്ടോ. ഒന്ന് നോക്കി, ഇതിൻ്റെ ഞാൻ ഒരു ലിങ്ക് ഇട്ടതാ. പിന്നെ കാണാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് ഒരു 10 എണ്ണം ഫസ്റ്റ് ലിങ്കിൽ ഇട്ടതാവും. നിങ്ങളെ അത് എഴുതിയെടുത്തവർ ബാക്കി എഴുതിയെടുക്കണം കേട്ടോ. ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും ഇതിനകത്തിലുണ്ട്. ഒന്നാമത്തെ ഓക്കെ, how those living beings survive situations like extreme heat, unbearable cold, etc. എന്ന് വെച്ചാൽ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇംഗ്ലീഷ് എന്താണ്? ഹൗ ദോസ് ലിവിങ്സ് ബീയിങ്സ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബിയറബിൾ കോൾഡ്, സഹിക്കാൻ വയ്യാത്ത തണുപ്പും അതുപോലെ ഭയങ്കരമായ ചൂടും ഒക്കെ വരത്തില്ലേ, അന്നേരം എങ്ങനെയാണ് ജീവജാലങ്ങൾ അതിജീവിക്കുന്നത്? എങ്ങനെയാണ്? ഹ്യൂമൺ ആണെങ്കിൽ ക്ലോത്ത്, എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് മലയാളം എഴുതിയിട്ടുണ്ട്. മനുഷ്യർ എങ്ങനെയാണ്? ക്ലോത്ത് അല്ലേ, മനുഷ്യർ വസ്ത്രങ്ങൾ ഇടുന്നു. പാരറ്റിന് അതിൻ്റെ ഫെദർ തന്നിട്ടുണ്ടല്ലേ, തൂവലുകൾ. ഗോട്ടാണെങ്കിൽ ഫർ എന്ന് വെച്ചാൽ രോമം, അതിൻ്റെ എല്ലാ അർത്ഥവും തന്നിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ടോർട്ടോയ്സ് ആണെങ്കിൽ അതിൻ്റെ ഷെല്ല്, അതിൻ്റെ പുറംതോട് തന്നിട്ടുണ്ട്. അപ്പോൾ മലയാളം എഴുതണം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും എഴുതണം കേട്ടോ. മനുഷ്യർ എന്താ ക്ലോത്ത് ഉപയോഗിക്കുന്നു. പാരറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫെദറുകൾ, ഗോട്ട് ഫർ, അത് ടോർട്ടോയ്സ് ഷെല്ല്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ, ദ വേ ഇൻ വിച്ച് ഹ്യൂമൻ ഫേസ്ഡ് അൺഫേവറബിൾ വെതർ സിറ്റുവേഷൻസ്, മനുഷ്യർ പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെയൊക്കെയാണ് നേരിടുന്നത്? മനുഷ്യൻ എന്ന് വെച്ചാൽ അൺഫേവറബിൾ വെതർ, പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെയെല്ലാമാണ് നേരിടുന്നത്? എങ്ങനെയെല്ലാം? ഒന്ന്, ദ ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻ ഹാർഡ് ടു ബി ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ നേച്ചർ എന്നാണ്. ദ ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻസ് ഹാർഡ് ടു ബി ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ നേച്ചർ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ അവർ രൂപപ്പെടുത്തേണ്ടി വന്നു. പഴയ കാലത്തെക്കുറിച്ച് കേട്ടോ. മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ അവർ രൂപപ്പെടുത്തേണ്ടി വന്നു. പിന്നോ ഫയർ വാസ് യൂസ്ഡ്, അവർ തീ ഉപയോഗിക്കാൻ തുടങ്ങി. സ്റ്റേ ഇൻ ദെയർ ഹൗസ് ടു സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അതുപോലെ അൺബിയറബിൾ കോൾഡ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ജീവജാലങ്ങൾ കടുത്ത ചൂടും അസഹനീയമായ തണുപ്പും ഒക്കെ എങ്ങനെയാണ് അതിനെല്ലാം അവർ തരണം ചെയ്തിരുന്നു. ഇൻ വിച്ച് ദെയർ ഹൗസസ് ടു സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബിയറബിൾ കോൾഡ്, എക്സെട്ര. അവരെങ്ങനെയാണ് ഇതിനെ നേരിട്ടതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും പറഞ്ഞതാണ്. പിന്നെ വൂളൻ കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത് വെയർ യൂസ്ഡ്. ഇനി അവർ തണുപ്പും അതുപോലെ തന്നെ കോട്ടണും അതുപോലെ സിൽക്ക് ക്ലോത്തും ഒക്കെ ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ടെസ്റ്റിലുണ്ടോ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് അതിനെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? കോട്ടൺ, സിൽക്ക്, വൂളൻ ക്ലോത്ത്. Nowadays people follow the modern dresses. കോട്ടൺ, സിൽക്ക്, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ആധുനിക വസ്ത്രങ്ങളാണ് ഇപ്പോൾ ആളുകൾ പിന്തുടരുന്നത് അല്ലേ. നമ്മളെല്ലാം ഓരോ ഡ്രസ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളില്ലേ. പണ്ട് കാലത്തെ ഇന്ന് മനുഷ്യർ എന്നാ ചോദിച്ചാൽ അല്ലേ, ടുഡേ ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? കോട്ടണ്, സിൽക്ക്, വൂളൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാൻ കേട്ടോ, ക്ലോത്ത്. എന്നാൽ ഇപ്പോൾ എന്താണ്? പീപ്പിൾ മോഡേൺ ഡ്രസ്സിനെയാണ്, ആധുനിക വസ്ത്രങ്ങളാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ടും പിന്തുടരുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണേ. അടുത്ത, ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനം ചെയ്യപ്പെടുന്നു? വസ്ത്രങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു? അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തിനാ? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്. അതിൻ്റെ ഇംഗ്ലീഷ് തന്നെ ഉണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. തണുപ്പിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെ, സംരക്ഷിക്കുന്നു. തണുപ്പിൽ നിന്നും സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്. പ്രൊട്ടക്ഷൻ ഫ്രം ഹോട്ട്, ചൂടിൽ നിന്നും സംരക്ഷണം. മെയിൻറ്റെയിൻ
മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിലെ ചൂടിനെ നിലനിർത്തുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ തണുപ്പാണെങ്കിൽ അതിന് വേണ്ടുന്ന ഡ്രസ്സ് ഇടുന്നു, കൂടുതൽ ചൂടാണെങ്കിൽ അതിന് വേണ്ടുന്ന ഡ്രസ്സ് നമ്മൾ ഇടുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, പ്രാണികളിൽ നിന്നും സംരക്ഷണം, പ്രാണികളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ്, പൊടികളിൽ നിന്നും സംരക്ഷണം. അപ്പം ഈ 5 പഠിച്ചിട്ട് പോകണം. 4 മിനിമം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ, വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹോട്ട്, മെയിൻ്റെനൻസ് ബോഡി ടെമ്പറേച്ചർ, പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ്, തണുപ്പിൽ നിന്നും സംരക്ഷണം, ചൂടിൽ നിന്നും സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്നും സംരക്ഷണം, അതുപോലെ തന്നെ പൊടികളിൽ നിന്നും സംരക്ഷണം. എഴുതിയെടുക്കണേ. അടുത്ത്, What materials did early humans use as clothing? What materials did early humans use as clothing? ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? പണ്ട് ബാർക്ക് ഓഫ് ട്രീസ്, ഗ്രാസ്, ആനിമൽ സ്കില്ല്, മരവുരി, മരത്തിൻ്റെ തൊലി, അതാണ് മരവുരി. ബാർക്ക് ഓഫ് ട്രീസ് അർത്ഥം അറിയണേ നിങ്ങൾ. ബാർക്ക് ഓഫ് ട്രീസ് എന്ന് വെച്ചാൽ മരവുരി, അതായത് മരത്തിൻ്റെ തൊലി. ഗ്രാസ്, പുല്ലുകൾ, പുല്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ട് ഇലകളൊക്കെ വെച്ചായിരുന്നു അല്ലേ. ആനിമൽ സ്കില്ല്, മൃഗങ്ങളുടെ തൊലി. കേട്ടോ, ഈ 3 പേര് നല്ലപോലെ അറിയണം. അടുത്ത 6. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത് ബൈ ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നോ? ഇന്നത്തെ പോലെ ആയിരുന്നു അന്ന് അവരൊക്കെ ഡ്രസ്സ് ധരിച്ചിരുന്നത്? അല്ല. കാരണം എന്താണ്? നിങ്ങൾ അതിലൊരു 5-6 തന്നിട്ടുണ്ട്. ഞാനതിലേക്ക് പ്രധാനപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ദ മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് ക്ലോത്തിങ് വെൻ ദേ ലീവ്ഡ് ബൈ ഹണ്ടിങ്. ആദിമ മനുഷ്യർ വേട്ടയാടി ജീവിച്ച കാലത്ത് ചുറ്റുപാടിൽ നിന്നും ലഭിച്ച വസ്തുക്കളെ വസ്ത്രമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. Early humans used the materials they got from their surrounding as a clothing when they lived by hunting. പിന്നെ ആദിമ മനുഷ്യർ വേട്ടയാടി ജീവിച്ച കാലത്ത് ചുറ്റുപാടിൽ നിന്നും ലഭിച്ച വസ്തുക്കളെയാണ് അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മോഡേൺ മെൻ യൂസ് കോട്ടൺ, സിൽക്ക് ആൻഡ് വൂൾ ടു മേക്ക് ക്ലോത്ത്. എന്നാൽ ഇന്നോ ആധുനിക പുരുഷന്മാർ അല്ലെ ആധുനിക മനുഷ്യർ മനുഷ്യർ എന്ന് പറഞ്ഞാൽ മതി, പുരുഷന്മാർ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് മോഡേൺ ആണ്. കോട്ടൺ, സിൽക്ക്, കമ്പിളി എന്നിവ ഉപയോഗിക്കുന്നു. മോഡേൺ ഇന്നത്തെ ആൾക്കാർ, ആധുനിക മനുഷ്യർ എന്ന് പറഞ്ഞാലും മതി. ദ ഏർലി ഹ്യൂമൻസ് ഡിഡ് നോട്ട് നോ കൾട്ടിവേഷൻ. പണ്ട് ആദിമകാലത്തെ മനുഷ്യർക്ക് അല്ലെ ആദ്യകാല മനുഷ്യർക്ക് കൃഷി അറിയില്ലായിരുന്നു. ദേ ഹാവ് നോ ഐഡിയ എബൌട്ട് ഹാൻഡ്ലൂം. ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ കൈത്തറിയെക്കുറിച്ചും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം 5 ഉണ്ട്, ഒരെണ്ണോടുണ്ട്. അപ്പം നോക്കിയേ. ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ദ മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം ദെയർ സറൗണ്ടിങ് ആസ് എ ക്ലോത്തിങ് വെൻ ദേ ലീവ്ഡ് ബൈ ഹണ്ടിങ്. ആദിമ മനുഷ്യർ വേട്ടയാടി ജീവിച്ച കാലത്ത് ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ച വസ്തുക്കളെ മാത്രമായിരുന്നു അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആധുനിക പുരുഷന്മാർ അല്ലെ ആധുനിക മനുഷ്യർ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കോട്ടൺ, സിൽക്സ്, ആധുനിക മനുഷ്യരായിട്ട് പുരുഷന്മാരല്ല അവിടെ, ആധുനിക മനുഷ്യർ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കോട്ടൺ, സിൽക്സ്, കമ്പിളി എന്നിവ ഉപയോഗിച്ചിരുന്നു. ദ ഏർലി ഹ്യൂമൻസ് ഡിഡ് നോട്ട് നോ കൾട്ടിവേഷൻ. അവർക്ക് ആദ്യകാലത്തെ മനുഷ്യർക്ക് കൃഷി എന്തുവെന്ന് പോലും അറിയില്ലായിരുന്നു. ഐ ഡോ നോ, ഡിഡ് നോട്ട് നോ കൾട്ടിവേഷൻസ്. ദേ ഹാവ് നോ ഐഡിയ എബൌട്ട് ഹാൻഡ്ലൂംസ്. കൈത്തറിയില്ലേ, കൈത്തറിയെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതെ നോക്കിക്കേ. ദേ ആൾസോ മെയ്ഡ് ക്ലോത്ത് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് ആനിമൽ സ്കിൽ ആൻഡ് ഫർ. പിന്നെ മൃഗങ്ങളുടെ തൊലിയും രോമങ്ങളും വൃത്തിയാക്കി അവർ വസ്ത്രങ്ങളായിട്ട് ഉണ്ടായിച്ചു. പണ്ട് കാലത്തെ കാര്യം കുഞ്ഞുങ്ങളെ. ദേ ആൾസോ മെയ്ഡ് ക്ലോത്ത് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് ആനിമൽ സ്കില്ല്. ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് ആനിമൽ സ്കില്ല്, ആനിമൽ സ്കിൽ ആൻഡ് ഫർ മീൻസ് രോമം അല്ലേ. മൃഗങ്ങളുടെ തൊലിയും രോമങ്ങളും വൃത്തിയാക്കി അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. അടുത്ത മെയിൻ ചോദ്യമാണ്, ഹൗ ഡിഡ് ദ യൂസ് ഓഫ് വൂവൻ ക്ലോത്തിങ് ബിക്കം മോർ വൈഡ് സ്പ്രെഡ്? വൂവൻ ക്ലോത്തിങ് എന്ന് വെച്ചാൽ നെയ്ത്ത് വസ്ത്രങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് കൂടുതൽ വ്യാപകമായത്? നെയ്ത്ത് വസ്ത്രങ്ങളെക്കുറിച്ചാണ്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ പാഠത്തിനകത്തിൽ നമ്മൾ വസ്ത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യകാലത്തെ നെയ്ത്ത് വസ്ത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നോക്കിക്കോ. ദ ടെക്നിക്ക് ഓഫ് വീവിങ് ബിക്കം മോർ ഡെവലപ്ഡ്.
In the early days, cloth were made by hands using yarns from cotton and jute. They realized that cloth woven from yarns were better than animal skin. This led to the spread of woven cloth. The technique of weaving become more developed. എന്ന് വെച്ചാൽ എന്താണ്? അതുകൊണ്ട് അതിൻ്റെ എല്ലാ മലയാളവും കൊടുത്തിട്ടുണ്ട്. അതായത് നെയ്ത്തിൻ്റെ സാങ്കേതികത കൂടുതൽ വികസിച്ചു. ബിക്കം മോർ ഡെവലപ്ഡ് അല്ലേ. ഇൻ ദ ഏർലി ഡേയ്സ്, എന്നാൽ ആദ്യകാലത്ത് ക്ലോത്ത് വെയർ മെയ്ഡ് ബൈ ഹാൻഡ് യൂസിങ് യാൻസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. കോട്ടണും ജൂട്ടും മീൻസ് എന്താ ചാണം അല്ലേ എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ട് വസ്ത്രങ്ങൾ അവർ നിർമ്മിച്ചു. എന്താണ്? ഇൻ ദ ഏർലി ഡേയ്സിൽ ക്ലോത്ത് വെയർ മെയ്ഡ് ബൈ ഹാൻഡ്സ്, കൈകൊണ്ട് അവർ പണിഞ്ഞതാ ബൈ യൂസിങ് യാൻ യാൻസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. പിന്നോ ദേ റിയലൈസ്ഡ് ദാറ്റ് ക്ലോത്ത് വൂവൺ ഫ്രം യാൻസ് വെയർ ബെറ്റർ ദാൻ ആനിമൽ സ്കില്ല്. നൂലിൽ നെയ്ത വസ്ത്രങ്ങൾ മൃഗത്തൊലിയേക്കാൾ മികച്ചതാണെന്ന് അവർ മനസ്സിലാക്കി. പിന്നോ ദീസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് വൂവൺ ക്ലോത്ത്. ഇത് നെയ്ത്ത് വസ്ത്രങ്ങളെ വ്യാപകമാക്കാൻ കാരണമായി. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളം, ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷ് എഴുതിയെടുക്കണം, മലയാളംകാർ ഈ മലയാളവും എഴുതിയെടുക്കണം. ചോദ്യം അറിയാമല്ലോ. ഹൗ ഡിഡ് ദ യൂസ് ഓഫ് വൂവൺ ക്ലോത്തിങ് ബിക്കം മോർ വൈഡ് സ്പ്രെഡ്? നെയ്ത്ത് വസ്ത്രങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് കൂടുതൽ വ്യാപകമായി എന്നുള്ളതിൻ്റെ ചോദ്യമാണ്. കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ, ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കണം. അടുത്തത്, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഇൻവെൻഷൻസ് ഓഫ് വീവിംഗ് ടൂൾസ് ബ്രിങ് എബൌട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്? നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഇൻവെൻഷൻസ് ഓഫ് വീവിംഗ് ടൂൾസ് ബ്രിങ് എബൌട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്? നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? നോക്കൂ. ദ ഇൻക്രീസ് ഇൻ ദ നീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ്. ദീസ് ഹെൽപ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിംഗ്. ഹാൻഡ്ലൂംസ് ക്ലോത്ത് ആർ ക്ലോത്ത് വൂവൺ ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൻസ്. നിങ്ങളെ ദ ഇൻക്രീസ് ഇൻ ദ നീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ വസ്ത്രങ്ങളുടെയൊക്കെ ആവശ്യകത വർദ്ധിച്ചതാണ് നമ്മുടെ നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതാണ് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. എന്നാലോ ദീസ് ഹെൽപ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിംഗ്. ഇത് നെയ്ത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇംഗ്ലീഷ് മലയാളം ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് മലയാളം. പിന്നോ ഹാൻഡ്ലൂംസ് ക്ലോത്ത് ആർ ക്ലോത്ത്സ് വൂവൺ ഇൻ ഹാൻഡ്ലൂംസ് യൂസിങ് യാൻസ്. കൈത്തറയിൽ നെയ്ത വസ്ത്രങ്ങളാണ്, അതായത് നൂലുകൾ ഉപയോഗിച്ച് ഹാൻഡ്ലൂംസ് ക്ലോത്ത്സ് ആർ ക്ലോത്ത് വൂവൺ ഓൺ ഹാൻഡ്ലൂംസ് യൂസിങ് യാൻസ്. നൂലുകൾ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്ത വസ്ത്രങ്ങളാണ് കൈത്തറി വസ്ത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്നാണ് കൈത്തറി വസ്ത്രങ്ങളെക്കുറിച്ചാണ്, വീവിംഗ് ടൂൾസിനെ കുറിച്ചാണ്. കൈത്തറിയിലുണ്ടാകുന്ന വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതോടെ ഈ നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ഇത് നെയ്ത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. നൂലുകൾ ഉപയോഗിച്ച് കൈത്തറികൾ നെയ്ത വസ്ത്രങ്ങളെയാണ് കൈത്തറി വസ്ത്രങ്ങളെന്ന് പറയുന്നത്. മലയാളം എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ ഇംഗ്ലീഷും നോക്കണം കേട്ടോ, ഇതിനകത്ത് കട്ടിയായ വാക്കുകളൊന്നുമില്ല അല്ലേ. അടുത്ത ഇനി നമുക്ക് അതിനകത്തിലെ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? കോട്ടണും ജൂട്ടും ഒക്കെ അല്ലേ. അപ്പോൾ കോട്ടനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണേ, കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ആൾ ഓവർ ദ വേൾഡ് എന്നാണ്. കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് വെച്ചാൽ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. കോട്ടൻ്റെ മലയാളം പരുത്തി. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. കോട്ടൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു യാൺസ് ആൻഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ്. പരുത്തിച്ചെടിയിൽ നിന്നും ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പരുത്തിച്ചെടിയിൽ നിന്നും ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ഏൻഷ്യൻ്റ് ടൈംസ് അല്ലേ. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. 3 സെൻറ്റൻസിൻ്റെ അർത്ഥം പിടികിട്ടിയോ? മലയാളംകാരും മലയാളവും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കണം കേട്ടോ. എന്താ നിങ്ങളെ ഇംഗ്ലീഷുകാർക്ക് വേണേൽ ഒന്നുകൂടെ വായിക്കാം. കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ആൾ ഓവർ ദ വേൾഡ്. കോട്ടൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു യാൺസ് ആൻഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ്.
കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ഏൻഷ്യൻ്റ് ടൈംസ്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലുകളാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഓക്കെ ആണല്ലോ. കോട്ടൻ്റെ മലയാളം പരുത്തി എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതിയെടുക്കണം. അടുത്ത ജൂട്ട്. ജൂട്ടിൻ്റെ അർത്ഥം ചണം എന്നാണ്. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫൈബർ. Most of the world jute cultivation is one of the fertile banks of the river Ganges in India. Large quantities of jute were taken from the India by foreigners for the textile industry. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കുന്നുണ്ട്. എടുത്ത് ഞാൻ പറയുന്നത് ഗംഗ, ഇന്ത്യയിലെ ഗംഗ എന്ന് പറയുന്ന നദിയുടെ സമീപത്തായിട്ട് അതൊക്കെ ഒരു വൺ വേർഡ് ഇപ്പം ഞാൻ പറയുമ്പോൾ ഉണ്ട് കേട്ടോ. നോക്കണേ നിങ്ങളെ. ജൂട്ടിനെ കുറിച്ചാണ്. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്സ്. അതായത് ചണച്ചെടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫൈബർ. ഇതൊരു പ്രകൃതിദത്ത നാരാണ്. ഫൈബർ മീൻസ് നാരാണ്. ചണം. പിന്നെ മോസ്റ്റ് ഓഫ് ദ വേൾഡ് ജൂട്ട് കൾട്ടിവേഷൻസ് ഈസ് വൺ ഓഫ് ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് ദ റിവർ ഗാഞ്ചസ് ഇൻ ഇന്ത്യ. ഗംഗ എന്ന് പറയും. ഗംഗ ഇൻ ഇന്ത്യ. ലോകത്ത് ചണം കൃഷി ചെയ്യുന്ന കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലപുഷ്ടമായ ഗംഗയുടെ തീരത്താണ്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലപുഷ്ടമായ ഗംഗയുടെ തീരത്താണ്. പിന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ജൂട്ട് വെയർ ടേക്കൺ ഫ്രം ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്നും ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ഇത് എഴുതിയെടുക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് വൃത്തിയായിട്ട് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും മലയാളംകാർ മലയാളവും എഴുതിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കോട്ടൺ പറഞ്ഞു, ജൂട്ട് പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാ? ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് വെച്ചാൽ നീലം. ഇൻ ദ ഏർലിയസ്റ്റ് ഡേയ്സ് എ ഡൈ മെയ്ഡ് ഫ്രം ദ ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ്ഡ് ടു കളർ ക്ലോത്ത്. ലേറ്റർ വേരിയസ് പിഗ്മെന്റ് വെയർ മിക്സ്ഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറൻറ്റ് കളർ. എന്താണ് ഇൻഡിഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം. അപ്പം അത് ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലയിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു. ഇൻ ദ ഏർലിയസ്റ്റ് ഡേയ്സിൽ എ ഡൈ മെയ്ഡ് ഫ്രം ദ ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ്ഡ് ടു കളർ ക്ലോത്ത്. ലേറ്റർ വേരിയസ് പിഗ്മെന്റ് വെയർ മിക്സ്ഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറൻറ്റ് കളേഴ്സ്. നിങ്ങളെ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അത്രയും. അപ്പം നമ്മൾ കളർ, അതായത് കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, ഈ മൂന്ന് ഫൈബറുകളെ കുറിച്ച് ഫൈബറുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതിന് സംശയം ഉണ്ടോ അല്ലേ? ഓക്കെ, അടുത്ത ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും പേര്. ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ കൈത്തറി കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, ബാലരാമപുരം ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ബാലരാമപുരം. രണ്ട്, തൃശ്ശൂരിലെ കുത്താമ്പുള്ളി പേരൊക്കെ അറിയണേ. കുത്താമ്പുള്ളി. അടുത്ത കണ്ണൂറുമുണ്ട്. കണ്ണൂരിൻ്റെ ഇത് പറയുന്നില്ല. അപ്പം കണ്ണൂരുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. ഇത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കൈത്തറി കേന്ദ്രത്തിൻ്റെ പേര് ചോദിച്ചാൽ ബാലരാമപുരം. തൃശ്ശൂർ ഏതാണെന്ന് ചോദിച്ചാൽ കുത്താമ്പുള്ളി കേട്ടോ. പേരും സ്പെല്ലിങ്ങും ഒക്കെ അറിയണേ. ഇത് ഇത്രയായിരുന്നു നമ്മൾ ഫസ്റ്റ് ലിങ്കിലിട്ടത്. അടുത്ത നമ്മുടെ ടെസ്റ്റിനകത്തിൽ സ്പിന്നിങ് ജെന്നിയെക്കുറിച്ചും അതുപോലെ പവർ ലൂമിനെ കുറിച്ചും ഓൾറെഡി ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് എഴുതണം കേട്ടോ. 11ഉം 12ഉം ഒക്കെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കുമായിരിക്കും. നിങ്ങളത് നോക്കണ്ട, നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ഇട്ടാൽ മതി. സ്പിന്നിങ് ജെന്നിയും പവർ ലൂമിനെ കുറിച്ചും ഓൾറെഡി ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. വേണമെങ്കിൽ ഞാനത് എന്താണെന്ന് ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വായിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ ഈ സ്പിന്നിങ് ജെന്നി എന്ന് വെച്ച് ഞാൻ വായിച്ചു തരാം. അതായത് ജെയിംസ് ഹാർഗ്രീവ്സ്
ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അന്ന് സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനത്തിനെ വേഗത്തിലാക്കി. അതാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. എന്നാൽ പവർ ലൂംസ് എന്ന് വെച്ചാൽ എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. ഇവരുടെയൊക്കെ പേരറിയണേ. എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. അപ്പം മറ്റേ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതും പവർ ലൂംസ് കണ്ടുപിടിച്ചതും ആരാന്ന് ഒരു മാർക്കിന് അറിഞ്ഞിരിക്കണം. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ ഈ യന്ത്രത്തറി മീൻസ് പവർ ലൂംസിന് കഴിയുമെന്ന് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. അതെന്ന് വെച്ചാൽ അതിൻ്റെ എളുപ്പം എന്ന് വെച്ചാൽ എന്താ, കണ്ടുപിടുത്തം നൂല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് പവർ ലൂംസ് അല്ലെങ്കിൽ യന്ത്രത്തറി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കറണ്ട്, വൈദ്യുതിയോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താൽ ഇത് പ്രവർത്തിക്കുകയും നമ്മുടെ കൈത്തറിയേക്കാൾ എന്ന് വെച്ചാൽ മറ്റേ സ്പിന്നിങ്ങിനെക്കാട്ടിൽ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ ഈ യന്ത്രത്തറിക്ക് കഴിയുകയും ചെയ്യും. അത് നമ്മുടെ ടെസ്റ്റ് ഓൾറെഡി കിടന്നുകൊണ്ടാണ് ഞാനത് എഴുതാഞ്ഞത്. അപ്പോൾ നമ്മളോട് ചോദിക്കുക, ഹൗ ഡിഡ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ് റീപ്ലേസ് ഹാൻഡ്ലൂംസ്? ഈ കൈത്തറിയുടെ സ്ഥാനം യന്ത്രത്തറികൾ കൈയടക്കിയത് എങ്ങനെ? ഹൗ ഡിഡ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ് റീപ്ലേസ് ഹാൻഡ്ലൂംസ്? The rising populations increased the demand for clothing. Now machines become a part of weaving. It reduced the human effort. The handlooms was later replaced by the power looms. മനസ്സിലായോ നിങ്ങളെ? അതായത് the rising populations increased the demand for clothing. ജനസംഖ്യയുടെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ചോദ്യം നല്ലപോലെ അറിയണേ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഹൗ ഡിഡ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ് റീപ്ലേസ് ഹാൻഡ്ലൂംസ് എന്നാണ്. കൈത്തറിയുടെ സ്ഥാനം യന്ത്രത്തറികൾ കൈയടക്കിയത് എങ്ങനെയാണ്? ജനസംഖ്യയുടെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകതയെ വർദ്ധിപ്പിച്ചു. ന്യൂ മെഷീൻസ് ബിക്കം എ പാർട്ട് ഓഫ് വീവിംഗ്. അങ്ങനെ എന്താ, പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. പിന്നോ ദ ഹാൻഡ്ലൂംസ് it reduced the human effort. The handlooms was later replaced by the power looms. അങ്ങനെ അവർ മനുഷ്യരുടെ പ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരികയും ചെയ്തു. മലയാളംകാർ എഴുതിയെടുക്കണേ. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യരുടെ പ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരികയും ചെയ്തു. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ എത്രയായി തരംതിരിക്കാം? അല്ലേ, ക്ലോത്തിങ്സ് ഫൈബറുകൾ. നാരുകളെ എങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും, നാച്ചുറൽ ഫൈബർ എന്നും സിന്തറ്റിക് ഫൈബർ എന്നും രണ്ടായിട്ട് തിരിക്കാം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കണേ കേട്ടോ. രണ്ടായിട്ട് തിരിക്കാം. പ്രധാനപ്പെട്ട മാത്രമാണ് ഞാൻ എഴുതിയത്. പ്രധാനപ്പെട്ട ആണെങ്കിലും ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ മൊത്തം ഉണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് എന്താണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും പറയുന്നില്ല കേട്ടോ. അതൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടെങ്കിലും കമൻ്റ് ആരും പറയുന്നില്ല, അല്ലെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഹൗ ഡിഡ് മെക്കാനിസം അഫക്റ്റ് ദ ക്ലോത്ത് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ? ഹൗ ഡിഡ് മെക്കാനിസം അഫക്റ്റ് ദ ക്ലോത്ത് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ വസ്ത്രനിർമ്മാണത്തെ യന്ത്രവൽക്കരണം സ്വാധീനിച്ചത് എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണത്തെ യന്ത്രവൽക്കരണം സ്വാധീനിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ്. ഓക്കെ. The European traveled to different parts of the world in search of market to sell the cloth produced as a result a mechanism. The European traveled to different parts of the world in search of market to sell the cloth produced as a റിസൾട്ട് എ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഇംഗ്ലീഷ് അങ്ങ് വായിക്കാം, എന്നിട്ട് മലയാളം പറഞ്ഞുതരാം. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ദേ റീച്ച്ഡ് ഇന്ത്യ ആൾസോ. They took the raw materials needed for the textile industry from India to Europe.
ക്ലോത്ത് ദേ പ്രൊഡ്യൂസ്ഡ് ദെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് വെയർ സോൾഡ് ഇൻ ഇന്ത്യ. ഇത് ഇത്രയാണ് ഇന്ത്യ. വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞപ്പോൾ മനസ്സിലാവും നിങ്ങളെ കേട്ടോ. അതിനകത്ത് 1, 2, 3, 4 സെൻറ്റൻസേ ഉള്ളൂ. അതിനകത്തിലെല്ലാം നോക്കി കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. ഇതിനകത്ത് മെക്കാനിസം മാത്രമാണ് ഒരു ഇച്ചിരി വലിയ വാക്കായിട്ട് വന്നത് അല്ലേ. ബാക്കികളെല്ലാം ചെറിയ വാക്കുകളാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയിൽ വസ്ത്രനിർമ്മാണത്തെ യന്ത്രവൽക്കരണം സ്വാധീനിച്ചത് എങ്ങനെയാവും നിങ്ങളെ? മലയാളം മീഡിയക്കാർ നോക്കണേ. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ നമ്മുടെ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ വേണ്ടി കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നവർ യൂറോപ്പിലേക്കും കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച് തുണികൾ ഇന്ത്യയിലേക്കും വിറ്റഴിച്ചു കേട്ടോ. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് യന്ത്രവൽക്കരണം ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികളെ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു. അങ്ങനെ വന്ന് അവർ നമ്മുടെ ഇന്ത്യയിലും വന്നു. അന്നേരം തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഇവിടെ കുറേ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതെന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് വിറ്റഴിക്കുകയും ചെയ്തു കേട്ടോ. ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും മലയാളംകാരെ മലയാളം. ഇത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അതുകൊണ്ട് എഴുതിയെടുക്കണേ. അടുത്തത്, വാട്ട് ആർ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ദ ക്ലോത്ത് ഇൻഡസ്ട്രി? സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണ രംഗത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണ രംഗത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ദ ക്ലോത്ത് ഇൻഡസ്ട്രി? The changes in the society also had a significant impact on the cloth manufacturing. The increase in demand for clothing led to the development of more advanced weaving machine. Production increased with the help of machine cloth with better quality and variety reached more people. ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗാൻ ടു ദ യൂസ് ടു കളർ ക്ലോത്ത്. വല്ലതും മനസ്സിലായോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുന്നുണ്ടോ? സോഷ്യൽ അല്ലേ, എത്രയൊക്കെയായാലും സോഷ്യൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആൻസറാണ് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, വസ്ത്രനിർമ്മാണ രംഗത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാ? ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ആൾസോ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ക്ലോത്ത് മാനുഫാക്ചർ. എന്ന് വെച്ചാൽ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണത്തെ കാര്യമായിട്ട് അങ്ങ് സ്വാധീനിച്ചു. The increase in demand for clothing led to the development of more advanced weaving machine. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികസനത്തിന് വഴിതെളിച്ചു. The increase in demand for clothing led to the development of more advanced weaving machines. Production increased with the help of machine cloth with better quality and variety reached more people. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. എന്നാലോ ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. പിന്നെന്ത് ചെയ്തു അവർ? അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ക്ലോസ്ഡ് വിത്ത് ബെറ്റർ ദാൻ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി റീച്ച്ഡ് മോർ പീപ്പിൾ. പിന്നെ ആർട്ടിഫിഷ്യൽ ഡൈസ് എന്ന് വെച്ചാൽ കൃത്രിമ ചായങ്ങൾ ബിഗാൻ ടു ബി യൂസ്ഡ് ടു കളർ ക്ലോത്ത്. കൃത്രിമ ചായങ്ങൾ ഉണ്ടാക്കി കളർ തുണികളൊക്കെ ഉണ്ടാക്കി തുടങ്ങി എന്നും അർത്ഥമുണ്ട് കേട്ടോ. ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾ നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങിയെന്നും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ മലയാളം മീഡിയക്കാർ മലയാളം നോട്ടും കണ്ടോ, ഇത് ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതും എഴുതി എടുക്കണം കേട്ടോ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കി വേണം. ഈ പാഠത്തിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടേ എഴുതാവൂ. എന്തെങ്കിലും സംശയം നമ്മുടെ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കണം, ടീച്ചർ ഇതെന്താ അർത്ഥം എന്തോ അവർ പറഞ്ഞു തരും കേട്ടോ. ചാടി കയറി അങ്ങ് എഴുതരുത്. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടേ എഴുതാവൂ. കുഞ്ഞില്ല ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദി മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്. എന്താ കുഞ്ഞുങ്ങളെ?
ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. ഈ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ല, അന്നേരം ഈ വസ്ത്രനിർമ്മാണത്തിലുണ്ടായ മാറ്റങ്ങൾ. ഒന്ന്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്, വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് എന്ന് വെച്ചാൽ വസ്ത്രങ്ങളിലെ വൈവിധ്യം. ക്വാളിറ്റി ക്ലോത്തിങ്, നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ. പിന്നെ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനം. ആർട്ടിഫിഷ്യൽ കളർ വാസ് സ്റ്റാർട്ടഡ്, കൃത്രിമ നിറമൊക്കെ നൽകാൻ അവർ തുടങ്ങി. റെഡ്യൂസ് ദ കോസ്റ്റ്, ചിലവ് കുറയ്ക്കാൻ സാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനപ്പെട്ടതാണ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്, റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, ക്വാളിറ്റി ക്ലോത്തിങ്, സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, ആർട്ടിഫിഷ്യൽ കളർ വാസ് സ്റ്റാർട്ടഡ്. അതായത് വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ വ്യാപനം, കൃത്രിമ നിറം നൽകൽ തുടങ്ങി. പിന്നെ ഒരെണ്ണമുണ്ട്, ചിലവ് കുറയ്ക്കാനും സാധിച്ചു എന്ന്. ഓക്കെ ആണോ? നിങ്ങൾ അത് എഴുതിയെടുക്കണേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം ഈ പാഠത്തിൽ കേട്ടോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് നാച്ചുറൽ ഫൈബർ. നാച്ചുറൽ ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന പ്രകൃതിയിലെ നാരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ അതിൻ്റെ ചോദ്യം എന്താ പറഞ്ഞാൽ പ്രകൃതിദത്ത നാരുകളുടെ സവിശേഷത, ഫീച്ചേഴ്സാണ്. അത് ആനിമൽസിൽ നിന്നുമാണെങ്കിൽ എങ്ങനെയാണ്? ജന്തുക്കളിൽ നിന്നുമാണെങ്കിൽ വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ്, സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വോം. എന്നാൽ പ്ലാന്റ്സിൽ നിന്നാണെങ്കിലോ കോട്ടൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ, ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ജൂട്ട്. എന്ന് വെച്ചാൽ ഇത് രണ്ടും പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതി കേട്ടോ. കോട്ടൺ പ്ലാന്റ്സിൽ നിന്നുമാണ് നമ്മൾ കോട്ടൺ എടുക്കുന്നത്, ജൂട്ട് പ്ലാന്റ്സിൽ നിന്നുമാണ് ജൂട്ട് എടുക്കുന്നത് അല്ലേ. എന്നാലോ ഷീപ്പിൽ നിന്നുമാണ് നമ്മൾ വൂൾ എടുക്കുന്നത് അല്ലേ. പിന്നെ സിൽക്ക് വോംസിൽ നിന്നുമാണ് സിൽക്ക് എടുക്കുന്നത്. ജന്തുക്കളിൽ നിന്ന് വെച്ചാൽ ചെമ്മരിയാടിൽ നിന്നും കമ്പിളി എടുക്കുന്നു, പട്ടുനൂൽ പുഴുവിൽ നിന്നും പട്ടിൻ്റെ നാരെടുക്കുന്നു, അതാണ് ജന്തുക്കളിൽ നിന്നും എടുക്കുന്നത്. എന്നാൽ ചെടികളിൽ നിന്നോ പരുത്തി, ചണ എന്നിവയൊക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്നുമാണ് എടുക്കുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, നിങ്ങൾ തിരിഞ്ഞു പോവല്ലേ. വിലയേറിയ നാരുകളുമാണ് ഏതാ? പ്ലാന്റ്സിലെ കേട്ടോ. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നതിന് നല്ല വിലയുള്ളതാണ്, മറ്റേതിന് വിലയില്ല എന്നല്ല, അതിനെ അപേക്ഷിച്ച് ഇതിന് വില കൂടുതലാണ്. ഓക്കെ ആണല്ലോ, അത് എഴുതിയെടുക്കണം. ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. അടുത്ത, ഹൗ ഡിഡ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ്സ് ബിക്കം വെപ്പൺസ് ഓഫ് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ചർക്കയും ഖാദി വസ്ത്രവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായത് എങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. ചർക്കയെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി മാത്രമേ എഴുതിയുള്ളൂ, കാരണം വാരി വലിച്ചെഴുതി നിങ്ങൾ നോട്ട് കണ്ട് പേടിക്കേണ്ട. അത് അതിൻ്റെ ഒരു 2-3 വരി പഠിച്ചു വെച്ചാണ്. ക്ലോത്ത് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ പാസ്റ്റ് ആസ് എ വെപ്പൺസ് അഗെയിൻസ്റ്റ് വേരിയസ് ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദ വാസ്. അത് നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ അത് പഠിച്ചാൽ മതി. ചർക്ക, ഖാദി, ക്ലോത്തിങ് എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ മറ്റേതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പഠിച്ചാൽ മതി. ചിലപ്പോൾ ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, എനിക്കറിയത്തില്ല നിങ്ങൾ. എന്നാലും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ പഠിക്കുമല്ലോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഞാനത് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടേക്കണം. അത് ടെസ്റ്റിലുണ്ട്. നിങ്ങൾ ബാക്കി ഈ ഞാൻ തന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ മൊത്തം പഠിച്ചിട്ട് സമയം കിട്ടുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നത്. ചർക്കയെ ബേസ് ചെയ്ത് ചോദിക്കുമായിരിക്കും കേട്ടോ. പഠിക്കണോ നിങ്ങളെ? അത് ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി ന്യൂ ടേൺസ് ഇൻ ക്ലോത്ത്. ഒരു മിനിറ്റ് നിങ്ങളെ ട്രെൻഡ്സ് എന്നാണ് കേട്ടോ. ഞാൻ ടെൻഡ് എന്നാണ്, അതായത് ട്രെൻഡ്സ് ആണ്, TRENS ട്രെൻഡ്സ്. അതായത് വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ. ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്. ആ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഓർഗനൈസ് ദ ഡിസ്കഷൻസ് ഓൺ ഹൗ അഡ്വർടൈസ്മെൻറ്റ്, മൂവി, സോഷ്യൽ മീഡിയ എക്സെട്ര ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. അങ്ങനെയാണ് കറക്റ്റ് അതിൻ്റെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അതായത് പരസ്യങ്ങൾ, സിനിമകൾ, സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. അപ്പം ഞാനത് വാരി വലിച്ച ആ ചോദ്യം എഴുതിയില്ല. ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്, വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണത എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചുരുക്കി എഴുതിയേക്കുവാണ്. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കാൻ നോക്കൂ. ഞങ്ങളെ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡേ ബൈ ഡേ, നോട്ട് ഓൺലി ഇൻ ദ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് ബട്ട് ആൾസോ ഇൻ ദ ഡിസൈൻ, സ്റ്റൈൽ ആൻഡ് യൂസ് ഓഫ് ക്ലോത്തിങ്. എന്ന് വെച്ചാൽ എന്താണ്? വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ. ഇപ്പോൾ ഓരോരുത്തർ വിടുന്ന ഡ്രസ്സുകളില്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഏത് കുട്ടിയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കേട്ടോ,
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ പാവാട ഉടുപ്പ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴെത്രയും നമുക്ക് പ്രായമാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് പാവാടയും ഉടുപ്പും ഒക്കെ ഇടാനേ കൊച്ചിലെയൊക്കെ ഇട്ട് പോകുന്നതൊക്കെ ആലോചിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ചുരിദാറോ സാരിയേക്കാളിലൊക്കെ എനിക്കിഷ്ടം പാവാടയും ഉടുപ്പുമാണ് കേട്ടോ. അതിടുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമല്ലേ പാവാടയും ഉടുപ്പ് ഇടുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഏത് കുട്ടിയാണോ കാണുന്നത് ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ് കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡേ ബൈ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദിനം പ്രതി ഓരോരോ മാറ്റങ്ങൾ അല്ലേ. ഓരോ വർഷം കഴിയുന്തോറും ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു ചുരിദാറോ സാരിയോ ഒക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് ഓരോ പേരുകളാണ്. കലങ്കാരി, അനാർക്കലി, ചോളി, എന്താ എന്തൊക്കെ പേരുകളല്ലേ നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ. നോക്കിക്കേ, അങ്ങനെയൊക്കെ വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. നോക്കിക്കേ, അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് അവയർനെസ് അബൌട്ട് ദ ന്യൂ ഫാഷൻ ബ്രാൻഡ്. പരസ്യങ്ങൾ പുതിയ ഫാഷൻ ബ്രാൻഡുകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നു അല്ലേ. നമ്മൾ ടി വി വെക്കുമ്പോൾ എന്തൊക്കെ പരസ്യം, ഈ പരസ്യം കണ്ടല്ലേ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നില്ലയോ ഞങ്ങളെ. സത്യം പറയല്ലേ, ഇതിൻ്റെയൊക്കെ പരസ്യം കണ്ടും സ്പെല്ലിങ് കണ്ടും ഓരോന്ന് കണ്ടു. അപ്പോൾ കോൾഗേറ്റ്, ക്ലോസപ്പ്, ഒന്നും പറയുമല്ല. ഓരോന്നിനെക്കുറിച്ച് നമ്മൾ എന്താ പല്ല് തേക്കുന്ന ഒരു ഇതിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ അത് പറയും അല്ലേ. പൗഡറിൻ്റെ ഒരു പേര് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡറിൻ്റെയും ഒക്കെ പേര് അല്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ ടി വി വെച്ചോ അല്ലെ ഫോണിൽ കൂടെ ഒക്കെ കാണുന്നതല്ലേ. പരസ്യങ്ങൾ ഇപ്പോഴല്ലേ ഫോൺ വന്നത് അല്ലേ. പണ്ട് കാലങ്ങളിൽ ടി വികളിലെ പരസ്യം കണ്ടാണ് അല്ലേ. പരസ്യങ്ങൾ പുതിയ ഫാഷൻ ബ്രാൻഡുകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. പിന്നോ അഡ്വർടൈസ്മെൻറ്റ്, മൂവി, സോഷ്യൽ മീഡിയ എക്സെട്ര ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. പരസ്യങ്ങൾ, സിനിമകൾ, സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര്, ആ സിനിമയുടെ ഡ്രസ്സ് ചുരിദാർ ഇട് അല്ലേ, കലങ്കാരി ഏതാണ്ടൊക്കെ പേരൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് നമ്മളെന്താ ഓരോ സിനിമയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ മാലകളുണ്ട് അല്ലേ, വളകളുണ്ട്, ഓരോ സിനിമയോ സീരിയലോ ഒക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ ഇന്ന് കടയിൽ ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് പരസ്യങ്ങൾ വല്ലാതെ നമ്മളെ ആകർഷിച്ചതുകൊണ്ടാണ് അല്ലേ. പരസ്യങ്ങൾ പുതിയ ഫാഷൻ ബ്രാൻഡുകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട്. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ വസ്ത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണം. പുതിയ വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകളെ കുറിച്ചാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഇനിയും കുറേ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഞാൻ 3 മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് വായിക്കാൻ നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ഒരു ചെറിയ 3 സെൻറ്റൻസാണ് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ, എഴുതിയെടുക്കണേ. അടുത്ത നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മൾ പാഠം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. പാഠം ഫുള്ള് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ കണ്ട് എൻ്റെ ദൈവമേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറോ അല്ലേ. പിള്ളേരെക്കാട്ടിൽ ടെൻഷൻ അമ്മമാർക്കായിരിക്കും, പഠിപ്പിക്കുന്ന അമ്മമാർക്ക് അല്ലേ. കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മമാർക്ക് ഇത്രയും. അതുകൊണ്ട് ചുരുക്കിയാണ് ഞാൻ ഏകദേശം ചുരുക്കി തന്നെ എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചിട്ട് ഞാൻ ആ ചക്കയെക്കുറിച്ചുള്ളത് കുട്ടികളെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഏത് രീതി വരുമെന്നോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നിർഭാഗ്യവശാൽ അതായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടും ഇന്നത് പഠിക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും എല്ലാം പഠിച്ചേ ഒക്കത്തുള്ളൂ. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഏതാ? ബാർക്ക് ഓഫ് ലീവ്സ്, ബാർക്ക് ഓഫ് ട്രീസ്, ലീവ്സ്, സ്കിൻ ഓഫ് ആനിമൽ, മരവുരി, മരത്തിൻ്റെ ഇല, മൃഗങ്ങളുടെ തോല്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് 2 യൂസസ് ഓഫ് ക്ലോത്തിങ്. വസ്ത്രത്തിൻ്റെ ഉപയോഗം 2 പേര് പറയാം. 2 എഴുതാൻ. എന്താ 2 യൂസസ്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ നേരത്തെ ഒരു 5-6 തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എഴുതാൻ ചോദിക്കുന്നുള്ളൂ. തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു, പ്രാണികളിൽ നിന്നും സംരക്ഷിക്കുന്നു, ചൂടിൽ നിന്ന് ഇഷ്ടമുള്ള. ഓക്കെ. വാട്ട് വെർ ദ ടൂൾസ് യൂസ്ഡ് ടു ഇയർലി ഹ്യൂമൻസ് ടു മേക്ക് ഇ ക്ലോത്ത്? ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രനിർമ്മാണത്തിലുള്ള ഉപകരണങ്ങൾ. പണ്ട് കാലത്തെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? എന്തെല്ലാം ടൂൾസുകളാണ്? ഹോൺ എന്ന് വെച്ചാൽ എന്താ? മരങ്ങളുടെ കൊമ്പ്. ബോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് സ്റ്റോൺ നീഡിൽസ്. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല്, അതുപോലെ കല്ല് കൊണ്ടുണ്ടാക്കിയ സൂചി. അതൊക്കെ അറിയാമല്ലോ, ടെസ്റ്റിലുണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അടുത്ത് എന്താണ്? ചിലപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. എന്തോ ഈ വീവിങ് എന്ന് ചോദിച്ചാലോ പെട്ടേ അല്ലേ. എന്താ കുഞ്ഞുങ്ങളെ, വീവിങ്ങിനെ കുറിച്ച് കുറേ നമ്മൾ പഠിച്ചല്ലോ. വീവിങ് ഈസ് ദ ടെക്നിക്ക് ഓഫ് മേക്കിംഗ് ക്ലോത്ത് വിത്ത് യാൻസ്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണിയിൽ ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. എന്താ കുഞ്ഞുങ്ങളെ, നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച്
നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയിൽ ഉണ്ടാക്കുന്ന വിദ്യയാണ് വീവിങ് അല്ലെങ്കിൽ നെയ്ത്ത്. വീവിങ് ഈസ് ദ ടെക്നിക്ക് ഓഫ് മേക്കിംഗ് ക്ലോത്ത് വിത്ത് യാൺസ്. ഓക്കെ ആണോ? എഴുതിയെടുക്കണേ. നിങ്ങൾ നമ്പർ നോക്കണ്ട കേട്ടോ, കാരണം ഞാൻ എഴുതാൻ സൗകര്യത്തിന് വേണ്ടി നമ്പർ ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങളത് നോക്കണ്ട. അടുത്ത മാച്ച് ദ ഫോളോയിങ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞോ, ജെയിംസ് ഹാർഗ്രീവ്സ് എന്താ കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി. അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞതാണ്. ഹാൻഡ്ലൂംസും പവർലൂംസും സ്പിന്നിങ് ജെന്നിയും കണ്ടുപിടിച്ചത് ഉറപ്പായിട്ടും അറിയണേ കുഞ്ഞുങ്ങളെ. പവർലൂംസ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് കാർട്ട് റൈറ്റും സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട്, സ്പെല്ലിംഗ് പഠിക്കണേ. ഇനി ഫ്രഞ്ചിന് ഫ്രാൻസ് ആണെങ്കിൽ ഡച്ചിനോ? ഫ്രഞ്ച് ഫ്രാൻസ് എന്ന് എന്നാൽ ഡച്ചിനോ നെതർലാൻഡ് ആണ് കേട്ടോ. ഈ രണ്ടെണ്ണം വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇത് നല്ലപോലെ നോക്കണേ. ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഫ്രഞ്ച് ഫ്രാൻസ് ഡച്ച് നെതർലാൻഡ്. കോട്ടൺ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഫൈബറാണ്. അപ്പം നൈലോൺ ഒരു സിന്തറ്റിക് ഫൈബറാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണിത് കേട്ടോ. അടുത്ത വാട്ട് വാസ് ദ യൂസ്ഡ് ടു ഡൈ ക്ലോത്ത് ഇൻ ദ ഏർലി ഹ്യൂമൻസ്? ആദ്യകാലത്ത് വസ്ത്രങ്ങളിൽ ഡൈ മീൻസ് ചായം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന സസ്യം ഏത്? ഇൻഡിഗോ, നീലം. ഓക്കെ. വേർ ഈസ് ദ മോസ്റ്റ് ജ്യൂട്ട് പ്രൊഡ്യൂസ്ഡ് സെൻറ്റർ ഇൻ ദ വേൾഡ്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിക്കുന്നത്, മുമ്പേ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന്? ബാങ്ക് ഓഫ് റിവർ ഗംഗയുടെ തീരത്താണ്. നെയിംസ് എ ഫേമസ് ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ ട്രിവാൻഡ്രം. അത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ ജില്ലയിലെ പ്രധാന കൈത്തറി കേന്ദ്രമാണ് ബാലരാമപുരം. പിന്നെ നാച്ചുറൽ ഫൈബർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. നാച്ചുറൽ ഫൈബർ ആറ് എക്സ്പെൻസീവ്. നാച്ചുറൽ ഫൈബർ എന്തൊക്കെയാണെന്നും സിന്തറ്റിക് ഫൈബർ എന്താണ്? സിന്തറ്റിക് ഫൈബർ ആറ് ഇത് മോർ എക്സ്പെൻസീവ് ആണെങ്കിൽ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ നോട്ട് റിംഗ്ലിംഗ് ക്വിക്ക്ലി. ഈ സിന്തറ്റിക് ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ചുളിവുണ്ടാകത്തില്ല. പോളിസ്റ്ററും നൈലോണും ഒന്നും ചുളിവുണ്ടാകത്തില്ല. അതേപോലെ കോട്ടണോ വല്ലതും ഒക്കെ ആണെങ്കിലോ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അടിക്കുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ, എല്ലാം കൂടെ ചുരുണ്ട് കൂടിയൊക്കെ വരുന്നത്. അപ്പോൾ അത് കോട്ടണോ ജൂട്ട് വൂളും ഒക്കെ ആണെങ്കിൽ അത് ചുരുങ്ങിയൊക്കെ ഇരിക്കും. പക്ഷേ എന്താണ്? റിംഗ്ലിംഗ് ക്വിക്കിലി എന്നാൽ പെട്ടെന്ന് ചുരുളത്തില്ല. ഏതൊക്കെയാ? പോളിസ്റ്റർ, നൈലോണ്, റയോണും ഒന്നും. അത് സിന്തറ്റിക് ഫൈബറാണ്. അത് പെട്ടെന്ന് ഇങ്ങനെയൊന്നും കൃത്രിമ നാരുകൾക്ക് വില കുറവുണ്ട്, ലെസ് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? എഴുതിയെടുക്കണേ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നാച്ചുറൽ ഫൈബർ ആൻഡ് സിന്തറ്റിക് ഫൈബർ എന്ന് ചോദിച്ചാൽ എഴുതണേ കേട്ടോ, എഴുതണേ. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും എന്തെങ്കിലും ഡിഫറൻസ്. അടുത്ത ട്രാവൻകൂർ എന്നാൽ എന്താണ്? തിരുവിതാംകൂർ എന്നാണ്. ട്രാവൻകൂർ മീൻസ് തിരുവിതാംകൂർ. ട്രാവൻകൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ കംപ്രൈസിങ് മോസ്റ്റ് ഓഫ് ദ സദേൺ കേരള, എ സ്മാൾ പാർട്ട് ഓഫ് സെൻട്രൽ കേരള ആൻഡ് കന്യാകുമാരി ഡിസ്ട്രിക്ട് വിച്ച് ഈസ് നൗ എ പാർട്ട് ഓഫ് തമിഴ്നാട്. അതായത് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട ഒരു നാട്ടുരാജ്യത്തിനെയാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. എന്താണ് തിരുവിതാംകൂർ എന്ന് ചോദിച്ചാലോ? എഴുതണേ കേട്ടോ, എഴുതണേ കുഞ്ഞുങ്ങളെ. അടുത്ത ചർക്ക ബിക്കംസ് എ സിംബൽ ഓഫ് ഡാഷ്. ചർക്ക ബിക്കംസ് എ സിംബൽ ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. അടുത്ത ഖാദി ബിക്കം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. ഇത് നല്ലപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഖാദി മലയാളം തന്നെ ഖാദിയാണ്. പാട്രിയോട്ടിസം മലയാളമാണ്. ചർക്ക മലയാളമാണ്. സ്വദേശി മൂവ്മെൻറ്റ് മലയാളമാണ്. സ്വദേശി മൂവ്മെൻറ്റ് തുടങ്ങിയത് എന്നാണ് സ്റ്റാർട്ട്? 1905 ആഗസ്റ്റ് 7 ഖാദി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1918 വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഗസ്റ്റ് 7 പ്രത്യേകത എന്താണ്? ഓഗസ്റ്റ് 7 കഴിഞ്ഞില്ലയോ നിങ്ങളെ? കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. ഓഗസ്റ്റ് 7 പ്രത്യേകത നാഷണൽ ഹാൻഡ്ലൂംസ് ഡേ ആയിരുന്നു. നാഷണൽ ഹാൻഡ്ലൂംസ് ഡേ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ടോ നിങ്ങളെ? ഈ ചാപ്റ്റർ ഇത് ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് അല്ല, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഫുൾ എ പ്ലസ് അല്ലല്ലോ, മാർഗല്ലേ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. പഠിച്ചിട്ട് ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എന്ന് പറയണേ നിങ്ങൾ കേട്ടോ. ഞാൻ ആ കമൻറ്റ് നോക്കിയിരിക്കും, എത്ര പേര് ഇത് പഠിച്ചിട്ടുണ്ട്, എത്ര പേര് നോക്കുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സ് നോക്കും കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഓക്കെ, താങ്ക് യു.